എന്നിട്ട് നേരത്തെ ഞാൻ എന്തായാലും ചെയ്ത ഫയലാണിത്. ആ ഫയലിന്റെ പേരെന്താ, ആക്ട് 2 എന്നാണ്. ഇമേജുകളായതുകൊണ്ട് എന്റെ സിസ്റ്റം വലിക്കാത്തതുകൊണ്ടാണ് ആക്ട് 2 എന്നാണ്. ഇതിനകത്ത് നമ്മളെല്ലാം കളയാം. ഇതെല്ലാം ഞാൻ പിന്നെ ഇപ്പൊ പറയാൻ പോകുന്നതാണ്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ, ആപ്പ് കോമ്പാക്റ്റബിലിറ്റി. ഞാൻ എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാ പറഞ്ഞേ, ആക്ടിവിറ്റി. പിന്നെന്താ ഈ ആപ്പ് കോമ്പാക്റ്റബിലിറ്റി ചെയ്തേക്കുന്നത്. ഇപ്പൊ മെയിൻ ആക്ടിവിറ്റി അവർ തന്നെ തരുന്നതിനകത്തും ആരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്, ആപ്പ് കോമ്പാക്റ്റബിലിറ്റി കേട്ടോ. പിന്നെന്താ ഞാനിപ്പോ നേരത്തെ ചെയ്തതിനകത്ത് ആക്ടിവിറ്റി പറയാൻ കാരണം, ബേസിക് ആയിട്ട് അല്ല മസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആരെയാണ്, ആക്ടിവിറ്റിയാണ്. പിന്നെ ഇതൊക്കെ എന്താ ഇങ്ങനെ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ ആക്ടിവിറ്റിക്കകത്ത് ചെയ്തേക്കുന്ന കാരണം, ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നതാണ് ആപ്പ് കോമ്പാക്റ്റബിലിറ്റി. ആപ്പ് കോമ്പാക്റ്റബിലിറ്റി ചെയ്താലും മതി, അതിന്റെ സൂപ്പർ ക്ലാസ് ആണ് ആക്ടിവിറ്റി. മനസ്സിലായോ? അതായത് മൈചെക്കിനകത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്, ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റിയാണ് സൂപ്പർ ക്ലാസ്. ആ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് കുറെ ക്ലാസ്സുകളുണ്ട്, അതിലൊരു ക്ലാസ് ആണ് ഏതാ, ആപ്പ് കോമ്പാക്റ്റബിലിറ്റി, കോമ്പാക്ട് ആക്ടിവിറ്റി കേട്ടോ. മെയിൻ ആക്ടിവിറ്റിക്കകത്ത് വന്നേക്കുന്ന അതാണ്. അതിനെ ചെയ്താലും മതി. കാരണം ഈ ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റി എന്തിന്ന് ഡിറൈവ് ചെയ്ത, ആക്ടിവിറ്റിന്ന് ഡിറൈവ് ചെയ്തതായതുകൊണ്ട് അതിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഇവിടെയും കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത് സെറ്റ് കണ്ടന്റ് വ്യൂവിനകത്ത് എഴുതിയേക്കുന്ന ലേഔട്ടിന്റെ പേരെന്താ, ഇപ്പൊ എഴുതിയ ലേഔട്ട് അല്ല, ഞാൻ ഇന്നലെ ചെയ്ത ലേഔട്ടാണ്. ലേഔട്ടിന്റെ പേരെന്താ, F2 ആണ്. ഇനി F2.xml ഓപ്പൺ ചെയ്യാം. അതെന്ന് പറയുന്നത് കണ്ടോ, രണ്ടെണ്ണം, 2 ഇമേജുകൾ വെച്ചു. ആ ഇമേജ് അവിടെ ഡിസ്പ്ലേ ആയി വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇമേജ് 1ന്റെ ID എന്ന് പറഞ്ഞാൽ I9 ഉം രണ്ടാമത്തെ ഇമേജിന്റെ പേര് I10 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇതിലൊരു ഇമേജിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാം, വിസിബിലിറ്റി മാറ്റാൻ പോവാണ്. വിസിബിലിറ്റി ഗോൺ ആക്കുവാണ്. രണ്ടാമത്തെ ഇമേജ് പോയി. ഇവിടുത്തെ ലേഔട്ട് ലീനിയർ ആണ്. നമ്മൾ പഠിക്കുന്ന ലേഔട്ട് ലീനിയർ അല്ല. നമ്മൾ പറയുന്ന ലേഔട്ട് ഏതാ, ഫ്രെയിം ലേഔട്ട് ആണ്. താഴെ വന്നു കണ്ടോ, ഫ്രെയിം ലേഔട്ട് വന്നു. രണ്ടാമത്തെ ഇമേജും പോയി. 2 ഇമേജുകൾ വെച്ചു. ആദ്യത്തെ ഇമേജിന്റെ പേര് I9 എന്ന്, രണ്ടാമത്തെ പേര് I10 ഉം. ഇത്രയും ക്ലിയർ ആണേ? ഞാനിത് റൺ ചെയ്യാൻ കൊടുത്തു. റൺ ആവുന്നുണ്ട്. ഇതാ വന്നു, ഇമേജ് വന്നു കണ്ടോ, ഇമേജ് വന്നു. കാണുന്നുണ്ടോ? ജാവ ഫയലിൽ പോയി. ആ ജാവ ഫയലിന്റെ പേര് ആക്ട് 2 എന്നാണ്. ആക്ട് 2 എടുത്ത് നോക്കുമ്പോൾ ഇതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഞാൻ പിന്നെയും പറയുന്നു, ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്താലും മതി. കാരണം ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിൽറ്റ് ആയിട്ട് തന്നെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിനെ ചെയ്താലും മതി. ആക്ടിവിറ്റിക്ക് അഥവാ മെത്തേഡ് എനിക്ക് ഉപയോഗിക്കാം. ഓക്കെ ആണ്. എന്നിട്ട് ഇവിടെ ഞാൻ 2 ഇമേജ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഇമേജിന് ഇവിടെ ലിങ്ക് ചെയ്യിക്കണം അല്ലേ. അതുകൊണ്ട് ഞാൻ 2 ഇമേജ് വ്യൂ എഴുതുന്നു. ഇമേജ് വ്യൂവിന് I9, I10 എന്ന് എഴുതി. പിന്നെ എഴുതിയാൽ മതിയല്ലോ, ഉപയോഗിക്കുമ്പോൾ എഴുതിയാൽ മതിയല്ലോ. ഇത് ഞാൻ ഗ്ലോബലായിട്ടൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതി ഞാൻ ഇതുവരെ ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് പറയാൻ വേണ്ടി എഴുതിയതാ. ഞാൻ ഇതുവരെ ചെയ്ത് എങ്ങനെയാ, ഒറ്റയടിക്കുമ്പോൾ എഴുതുമായിരുന്നു അല്ലേ. പിന്നെ വന്നിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇങ്ങനെ എഴുതണമെന്നില്ല, നേരത്തെ എഴുതിയ പോലെ ചെയ്താലും മതി. ഓക്കെ ആണോ? 2 പേരെ പറയുന്നത് സംസാരിക്കുന്നത് അല്ലേ. 2 പേരെ ആകെ ഇതിനകത്തുള്ളോ? I10 equals image view image view find value by ID I10. ഓക്കെ, 2 ഞാനിവിടെ ലിങ്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എനിക്ക് ഓരോ ഇമേജിനെ ക്ലിക്ക് ചെയ്യുമ്പം എന്തെങ്കിലും സംഭവിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ ഇമേജിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇമേജ് വരണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമല്ല, നിങ്ങൾ ചെയ്യേണ്ട വലിയ പ്രോഗ്രാമാണേ. ഇപ്പൊ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്, ഇവിടെ 2 ഇമേജ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഇമേജിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇമേജ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. രണ്ടാമത്തെ ഇമേജിനെ ഞാൻ ഹൈഡ് ചെയ്തേക്കുവാണ്. ആദ്യത്തെ ഇമേജിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇമേജ് ഡിസ്പ്ലേ ആയി വരണം, ആദ്യത്തേത് ഹൈഡ് ആയി പോകണം. രണ്ടാമത്തെ ഇമേജ് മുന്നിൽ വന്നില്ലേ. രണ്ടാമത്തെ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇമേജ് പോയിട്ട് ആദ്യത്തെ ഇമേജ് വരണം. അതായത് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് 2 ഇമേജ് ആയതുകൊണ്ട് എനിക്കിവിടെ എന്തോ എഴുതാം, I9.set on click list എന്ന് പറഞ്ഞ് എഴുതിയാൽ മതിയല്ലോ. ബട്ടൺ ക്ലിക്ക് അങ്ങനെയല്ലേ എഴുതേ. ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്താൽ ആ ബട്ടന്റെ ഒബ്ജക്ട് ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ എനിക്കൊരു 5-6 ഇമേജ് ഉണ്ടായിരുന്നെങ്കിലോ. ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 2 എണ്ണേ ഉള്ളത് ഈസി ആയിട്ട് അങ്ങനെ എഴുതാം. ഇനി 2 എണ്ണത്തിനും അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. എങ്ങനെ, I9.set on click listener എന്ത് സംഭവിക്കണം, ഇത് കഴിഞ്ഞിട്ട് I10.on set listener എന്ത് സംഭവിക്കണം എഴുതിയാൽ മതിയല്ലോ. മതി. ഇതിപ്പോ ഒരു 5-6 ഇമേജ് ഉണ്ട്, ഇങ്ങനെ മാറി 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 വരണം. എന്നുവെച്ചാൽ 5 ഇമേജ് ഉണ്ട്. ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ വരണം, ആദ്യത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വരണം,
രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം പോയിട്ട് മൂന്നാമത്തെ വരണം, മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ലോക്കായിട്ട് അടുത്ത വരണം. അങ്ങനെ എനിക്ക് വരണമെന്ന് വിചാരിക്കുക. അന്നേരം എനിക്ക് ഇതിന്റെ ID 5 എണ്ണത്തിന്റെ ID ഒറ്റ എനിക്ക് കിട്ടിയാൽ ഇച്ചിരി പ്രോഗ്രാം എളുപ്പമല്ലേ? അത്രയും കോഡ് എനിക്ക് പുറത്തെഴുതിയാൽ പോരെ? വല്ല മനസ്സിലാവുന്നുണ്ടോ? മറ്റേതാണെങ്കിൽ ഓരോ സ്ഥലത്തും ഞാൻ ഓൺ ക്ലിക്ക് ലിസണർ എന്ന് പറഞ്ഞ് എഴുതണം, വേണ്ടേ? വേണം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ ബട്ടൺ ക്ലിക്കിൽ എഴുതിയപ്പം തന്നെ അറിയാം, ഓൺ ക്ലിക്ക് ലിസണർ എന്ന് എഴുതിയിട്ട് ന്യൂ വി അടിച്ചിട്ട് എന്തടിക്കുമ്പോൾ തന്നെ കുറെ ലൈൻസ് ഓഫ് കോഡ് തന്നെ ജനറേറ്റ് ചെയ്യും, അല്ലയോ? അങ്ങനെ 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എടുത്ത് കഴിഞ്ഞ് ഞാൻ എഴുതണ്ടേ? വേണം. അതേസമയം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ എങ്ങനെങ്കിലും ഇതിന്റെ എല്ലാം കൂടെ ID എനിക്ക് ഒരിടത്ത് കിട്ടുവാണെങ്കിൽ ഒരു ഇഫിനകത്തോ സ്വിച്ചിനകത്തോ എഴുതിയാൽ പോരെ? മതി. അതിനു വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, പറയട്ടെ? അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ മെയിൻ ക്ലാസ്സിനെ ഞാനിപ്പോ എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് എന്താ? ആക്ടിവിറ്റി ക്ലാസ്സിനെയാണ്, അല്ലെങ്കിൽ ആപ്പ് കോംപ് ആക്ടിവിറ്റി ആണ്. ജാവയ്ക്കകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ ക്ലാസ്സിനെ ക്ലിയർ ചെയ്യും. അതിനു വേണ്ടിയിട്ട് വേറെ വല്ല രീതികളും ചെയ്യാൻ പറ്റുമോ? ഇന്റർഫേസസ് യൂസ് ചെയ്യാം. ഇന്റർഫേസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? പറഞ്ഞോ, ശരിയാണ്. ഇംപ്ലിമെന്റ്സ് എഴുതാം. ഇംപ്ലിമെന്റ്സ് എഴുതാം. കണ്ടോ, ഓൺ ക്ലിക്ക് ലിസണറെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാം. കണ്ടോ, ഓൺ ക്ലിക്ക് ലിസണർ കണ്ടോ, കാണുന്നുണ്ടോ? കേട്ടോ, എക്സ്റ്റെൻഡ് കൊണ്ട് ഇംപ്ലിമെന്റ്സ് ഒന്ന് ചെയ്താമല്ലോ. എന്തായാലും എറർ കാണിക്കുന്നുണ്ടോ? കണ്ടോ, ഇവിടുന്ന് ഓൾട്ട് എൻ്റർ അടിക്കുക. ഇംപ്ലിമെന്റ് മെത്തേഡ് കണ്ടോ, അതൊന്നും വേണ്ടുന്നില്ല. ഈ ലൈനിൽ നിന്നുണ്ട്, അല്ലെ ഇവിടെ നിന്നുണ്ട്. ഈ ലൈനിൽ ഇപ്പോൾ എററാണ്, കാരണം അതിന് വേണ്ടുന്ന ഒരു മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഓൺ ക്ലിക്ക് ലിസണർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തുള്ള മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓൾട്ട് എൻ്റർ അടിക്കുക. കണ്ട് ഇംപ്ലിമെന്റ് മെത്തേഡ് കണ്ടോ, ആദ്യത്തത് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞ മെത്തേഡിനെ ഇതാണ്ട് ഓക്കെ കൊടുക്കുക. താഴെ ഒരു മെത്തേഡ് തന്നെ വന്നു കേട്ടോ, വേറെ മാറി. അതായത് ഓൺ ക്ലിക്ക് ലിസണറിനെ ഞാൻ എക്സ്റ്റെൻഡ് ഇംപ്ലിമെന്റ് ചെയ്താൽ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? ഈ മെത്തേഡിനെ ഞാൻ ഓവർറൈഡ് ചെയ്യണം. നേരത്തെ നമ്മൾ ഇവിടെ 2 മെത്തേഡിനെ ഓവർറൈഡ് ചെയ്തില്ലയോ? ഓൺ ക്രിയേറ്റിനെയും സെറ്റ് കണ്ടന്റിനെയും എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ ഒരു മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം ഇവിടെ തന്നെ വ്യൂ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന് വി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടാവും. ഇവിടെ വി ഡോട്ട് ഗെറ്റ് ID എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ക്ലിക്ക് ചെയ്യുന്ന ID എനിക്ക് ഇവിടെ കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ ഇതിനെ രണ്ടിനെയും ഏതാ I9നെയും I10നെയും ഓൺ ക്ലിക്ക് ലിസണറിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ I9 ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ബ്രാക്കറ്റിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയുടെ പോയിന്റർ എന്ന് വെച്ചാൽ ദിസ്. ഇതേപോലെ എത്ര എണ്ണം ഉണ്ടോ രണ്ടാമത്തും I10 ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയുടെ പോയിന്റർ. ഇനി ഞാൻ ഇത് രണ്ടിനെയും ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്ത് പിടിയോ? അപ്പം വ്യൂ ഡോട്ട് ഗെറ്റ് ID എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ആരെയാണ് ക്ലിക്ക് ചെയ്ത അതിന്റെ ID എനിക്ക് ഇവിടെ കിട്ടും. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മറ്റേ രീതി ചെയ്താൽ മതി. ഏത് രീതി? ഓരോന്നിനും ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ വലിയ കോഡായി പോത്തില്ലയോ? ഇതാകുമ്പോൾ ഇനി ഇവിടെ ചെയ്താൽ മതി. ഇവിടെ എനിക്ക് ID കിട്ടും. റിഫ്രഷ് പോലെ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ഈ ID ഒന്ന് കിട്ടുന്ന ഒന്ന് ടോസ്റ്റ് ചെയ്ത് നോക്കാം. ടോസ്റ്റിന് എന്തൊക്കെയാ? ഏത് മെത്തേഡാ? ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ്. അതിനകത്ത് 3 പാരാമീറ്റർ പാസ് ചെയ്യണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയുടെ കോൺടാക്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺടാക്ട് ഏതാ? മെയിൻ ആക്ടിവിറ്റി അല്ല, ഏതാ? Act 2 Act 2 ഡോട്ട് ദിസ് കോമ എനിക്ക് വേണ്ട മെസ്സേജ് ഇത് ഇൻറ്റിജർ ആണ്. വിക്കകത്ത് കിട്ടുന്ന ഇൻറ്റിജർ ആണ്. അതിനെ സ്ട്രിങ് ആക്കാൻ വേണ്ടിയിട്ട് വി ഡോട്ട് ഗെറ്റ് ID കണ്ടോ, കോമ അതിന്റെ ലെങ്ത് എത്ര നേരം നിൽക്കണം, കഴിഞ്ഞിട്ട് ഡോട്ട് ഷോ സെമിക്കോളൻ അല്ലേ? അന്നേരം ഇപ്പം വിസിബിൾ ആയിട്ടുള്ള ഏത് മാത്രമേ ഉള്ളൂ? ആദ്യത്തെ ഇമേജ് അല്ല ഉള്ളൂ. എന്നിട്ട് ആദ്യത്തെ ഇമേജിന്റെ ID കിട്ടുമോ നമുക്ക് നോക്കാം. വരുന്നുണ്ട്, വന്നു. ഞാനിത് ക്ലിക്ക് ചെയ്യുവാണ്. താഴെ ഒരു ID വന്നുണ്ടോ, നമ്പർ വന്നുണ്ടോ? ഒന്നര ക്ലിക്ക് ചെയ്യാൻ കണ്ടോ, ലാസ്റ്റ് 67 കണ്ടോ? രണ്ടാമത്തെ ഇമേജ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ID വന്നേനെ. അന്നേരം ഇത് ആദ്യത്തെ ID ആണ്. എന്ത് സംഭവിക്കണം എന്ന് ഇഫ് എഴുതി വെച്ചാൽ പോരെ? അവിടെ എഴുതി നോക്കട്ടെ. ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ?
ഉണ്ട് സാർ. ഉണ്ട്. അന്നേരം ഞാൻ ഇഫ് എഴുതുകയാണ്. ഇഫ് വി ഡോട്ട് ഗെറ്റ് ഐ ഡി എന്ന് പറയുന്നത് ആ ഡോട്ട് ഐ ഡി ഡോട്ട് i9 ആണെങ്കിൽ, ക്ലിയർ ആയോ? അല്ല, i10 അല്ലേ, i9 ആണെങ്കിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് ഇവിടെ എഴുതിയാ പോരെ? എന്ത് സംഭവിക്കണം? i9 ഡോട്ട് വേറെ വേണ്ട എഴുതിയതാ. i9 ഡോട്ട് സെറ്റ് വിസിബിലിറ്റി കോണം ഗോൺ, ജി ക്യാപിറ്റലാണ്. പോയി കണ്ടോ, അത് പോയി, അതിന്റെ ഡിസ്പ്ലേ പോയി. എന്നിട്ട് എന്താ വേണം? രണ്ടാമത്തെ ഡിസ്പ്ലേ ആവണം. പറഞ്ഞോ, i10 വിസിബിലിറ്റി എന്ന് പറഞ്ഞ വിസിബിൾ വി ക്യാപിറ്റൽ അത് വരണം. കണ്ടോ, ഇപ്പൊ രണ്ടാമത്തെ വന്നില്ലേ? ഇനി രണ്ടാമത്തേലാണ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഇഫ് വി ഡോട്ട് ഗെറ്റ് ഐ ഡി ഈക്വൽസ് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ഇതായിരുന്നു i10 ആണെങ്കിൽ അവിടെ എൽസ് എഴുതിയാലും മതിയായിരുന്നു, അത്ര എഴുതണ്ടായിരുന്നു. പോട്ടെ, രണ്ടെണ്ണല്ല ഉള്ളൂ, എൽസ് എഴുതിയാൽ പോരെ. ആണെങ്കിൽ i10 പോണം അല്ലേ? i10 ഡോട്ട് സെറ്റ് വിസിബിലിറ്റി കോണം ജി ക്യാപിറ്റൽ. എന്നിട്ട് മറ്റേത് വരണം, ഏതാ? i9 ഡോട്ട് സെറ്റ് വിസിബിലിറ്റി വരണം. വിസിബിലിറ്റി ബി ക്യാപിറ്റൽ എഴുതിയാണ്. ഇതാ വന്നു. ഇനി ഇതിങ്ങനെ മാറി കളിച്ചോളത് വരത്തില്ലേ? മാറി വരത്തില്ലേ? വരും. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇതിങ്ങനെ ഗ്ലോബൽ ആയിട്ട് അല്ലെങ്കിൽ ക്ലാസിന്റെ വേരിയബിൾ ആയിട്ട് എഴുതിയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇതിനെ എഴുതാൻ പറ്റിയത്. ഇത് പുറത്തല്ലേ, കണ്ടോ? ഇതിന് പുറത്തല്ലേ, ഈ ബ്രാക്കറ്റ് കൊണ്ട് അവിടെ തീരുക, കണ്ടോ? ഈ ഫംഗ്ഷൻ മെത്തേഡ് ഇവിടെ തീരുക. അങ്ങനെ i10 i9 ഇങ്ങനെ എഴുതിയത് കൊണ്ടാണ്, ഗ്ലോബൽ ആക്കിയത് കൊണ്ടാണ് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റിയത്. അതല്ലാതെ ഇവിടെ ഞാൻ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ ഇവിടെ എന്താ ഇമേജ് വ്യൂ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് എഴുതിയാണെങ്കിൽ ഇയാൾ പറയുക എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞാണ്. പിടിയോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈൻ 28ാമത്തെ ലൈൻ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ റൺ ചെയ്യാൻ കൊടുത്തു, കണ്ട് ഇമേജ് വന്നു. ക്ലിക്ക് ചെയ്യട്ടെ? രണ്ടാമത്തെ വന്നു, കണ്ടോ? രണ്ടാമത്തെ ക്ലിക്ക് ചെയ്താൽ അത് പോയിട്ട് അകത്ത് വരും. ഇംപ്ലിമെന്റ് ചെയ്തു. ആരെ? ഓൺ ക്ലിക്കിൽ ഇംപ്ലിമെന്റ് ചെയ്തു. എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ അതിനകത്തുള്ള ഒരു മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യണം. അങ്ങനെ ഓവർ റൈഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്ത് വെച്ചു. അങ്ങനെ എത്ര ഉണ്ടോ ഒരൊറ്റ ലൈൻ വേണ്ടി പരിപാടി നടക്കും. ഇവർ ആരെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അത് വി ഡോട്ട് ഗെറ്റ് ഐ ഡിക്കകത്ത് കിട്ടും. അത് ഈ പറഞ്ഞ ഐഡിയ വെക്കാതെ എന്ത് സംഭവിക്കണമെന്ന് പടപടാന്ന് എഴുതിയാൽ പോരെ, ഒറ്റ പ്രോഗ്രാം പോരെ. മനസ്സിലായോ? മനസ്സിലായി. ഈ കോഡൊക്കെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതൊക്കെ എഴുതിയേക്കുന്നുണ്ടോ? എസ് ഈക്വൽസ് വിസിബിൾ ആണെങ്കിൽ 3 അതൊക്കെ സംഭവിക്കാൻ. 3 ആഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പ്രോഗ്രാമിന്റെ കോഡ്. കണ്ടോ? ഏതാ നിങ്ങൾ ചെയ്യേണ്ട പ്രോഗ്രാമിന്റെ കോഡായി കാണുന്നത്. ഞാൻ മണ്ടനാവും അല്ലേ? അത് ഞാൻ ഓർത്തില്ല. പോട്ടെ, നിങ്ങൾ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ചെയ്യോ ഈ പ്രോഗ്രാം? അന്നേരം ഞാനെന്ത് പറഞ്ഞു, ഫ്രെയിം ലേഔട്ട് എന്താന്ന് പറഞ്ഞു, ഫ്രെയിം ലേഔട്ട് സ്റ്റാക്ക് ചെയ്യാനാന്ന് പറഞ്ഞു, പുറത്ത് വെക്കാന്ന് പറഞ്ഞു. അതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ പെയിന്റ് വഴി വരച്ച് കാണിച്ചു. എനിക്ക് ചെയ്യേണ്ട പ്രോഗ്രാം പറഞ്ഞു. ഇത് ചെയ്യേണ്ട മെയിൻ ആക്ടിവിറ്റിയിലല്ല, നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ പുതിയൊരു ഫയൽ ഉപയോഗിച്ചാന്ന് പറഞ്ഞു. പുതിയൊരു ഫയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, മാനിഫെസ്റ്റ് ഫയലിൽ പോയി ലോഞ്ച് ആ ആക്ടിവിറ്റി ആക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫയല് ഒരു XML-നെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ടും ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ല എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അത് ഇവിടെ ചെയ്തിരിക്കുന്ന ഡീഫാൾട്ട് അവർ തന്നേക്കുന്നൊക്കെ ഏതാ? ആ കോമ്പാക്ട് ആക്ടിവിറ്റി. കാരണം ആ കോമ്പാക്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുക? ആക്ടിവിറ്റിയെ നേരത്തെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് തന്നെ ഓവർ റൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ആക്ടിവിറ്റിക്കകത്തുള്ള എല്ലാ മെത്തേഡും ഇയാൾക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ആക്ടിവിറ്റി ചെയ്താലും മതി. ഹലോ, കഴിഞ്ഞിട്ട് ആക്ടിവിറ്റിക്കകത്തുള്ള 2 മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യണം. ഒന്ന് ഓൺ ക്രിയേറ്റും, 2 സെറ്റ് കണ്ടന്റ് വ്യൂ. സെറ്റ് കണ്ടന്റ് വ്യൂവിനകത്താണ് നമ്മൾ ആ ലേഔട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ലേഔട്ടുമായിട്ട് കണക്ട് ആയി. ഇതിനുശേഷം ലേഔട്ടിനകത്തുള്ള ഒബ്ജക്റ്റുകളെല്ലാം നമ്മൾ ഇവിടെ എഴുതിയിട്ട്, ഇവിടെ എനിക്ക് ഒത്തിരി ഇമേജുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 2 ഇമേജേ ഉള്ളൂ, കുറെ ഇമേജുകൾ ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും ക്ലിക്കുകളിൽ എഴുതുന്നതിന് പകരം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓൺ ക്ലിക്ക് ലിസണറിനെ നമ്മുടെ ഈ മെയിൻ ക്ലാസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ ഒരു മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യേണ്ടി വരും. തന്നെത്താൻ ഓവർ റൈഡ് ചെയ്യുന്നതാണ് ഓൺ ക്ലിക്ക്.
അതിനകത്തേക്ക് ഒരു വ്യൂവിന്റെ വി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വരും. ആ വ്യൂ ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ ഏതിനെയാണ് ക്ലിക്ക് ചെയ്യുന്ന അതിന്റെ ഐ ഡി കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ ഈ 2 ലൈനോട് എഴുതണം. എന്താ അതിനെ ഇതിനകത്തേക്ക് ഓൺ ക്ലിക്ക് ലിസൺ എന്നകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അന്നേരം അയാൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ആരെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിന്റെ ഐ ഡി ഇവിടെ കിട്ടും. ആ ഐ ഡി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ സാർ.